വെൽക്കം ടു ടെക് ബ്രീഫ് കേരള. ഇൻവെർട്ടറിനോ സോളാർ സിസ്റ്റത്തിനു വേണ്ടി പുതിയൊരു ബാറ്ററി വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണോ? ലെഡ് ആസിഡ് ബാറ്ററി വേണോ അതോ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി വേണോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു 2 മിനിറ്റിൽ നമുക്ക് എന്താണ് നല്ല ബാറ്ററി എന്നൊന്ന് നോക്കിയാലോ? വരൂ, ടെക് ബ്രീഫ് കേരളയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ആയുസാണ്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികൾ 300 മുതൽ 500 വരെ ചാർജിങ് സൈക്കിളുകൾ മാത്രമാണ് നൽകുന്നത്. അതായത് ഏകദേശം 3 മുതൽ 5 വർഷം വരെ മാത്രമേ ഇതിന് ആയുസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ എന്ന് പറയുന്നത് 2000 മുതൽ 4000 വരെ സൈക്കിളുകൾ, അതായത് 8 മുതൽ 10 വർഷത്തിലധികം തകരാറില്ലാതെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് ഭാരവും വലിപ്പവുമാണ്. ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് ഭാരം വളരെ കൂടുതലാണ്. ഇടയ്ക്കിടെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് പരിപാലിക്കുകയും മെയിൻ്റനൻസ് നടത്തുകയും ഒക്കെ വേണം. എന്നാൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ലെഡ് ആസിഡിൻ്റെ 1/3 ഭാരം മാത്രമേ ഉള്ളൂ. പരിപാലനം എന്ന് പറയുന്നത് തീരെ ആവശ്യമില്ല, അതായത് സീറോ മെയിൻ്റനൻസ് ആണ് കേട്ടോ. കൂടാതെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ വളരെ വേഗത്തിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാനായിട്ടും ചാർജ് ആവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിലയും കാര്യക്ഷമതയുമാണ്. ലെഡ് ആസിഡ് ബാറ്ററി മുഴുവനായി ഡിസ്ചാർജ് ചെയ്താൽ അതിൻ്റെ ആയുസ് കുറയും. എന്നാൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററികൾ 80 മുതൽ 90% വരെ ധൈര്യമായി ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രാരംഭ വില നോക്കുമ്പോൾ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് ലെഡ് ആസിഡിനേക്കാൾ തുക കൂടുതലാണ്. എന്നാൽ ദീർഘകാലത്തേക്ക് നോക്കിയാലോ, ഇടയ്ക്കിടെ ബാറ്ററി മാറ്റേണ്ടി വരാത്തത് കൊണ്ട് തന്നെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി തന്നെയാണ് ഏറ്റവും ലാഭകരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, തുടക്കത്തിൽ ചെറിയ ഒരു ബഡ്ജറ്റ് മതിയെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ് തിരഞ്ഞെടുക്കാനായിട്ട് നല്ലത്. എന്നാൽ ദീർഘകാലത്തേക്ക് മികച്ച പെർഫോമൻസും ലാഭവും വേണമെങ്കിൽ സംശയം ഒട്ടും തന്നെ വേണ്ട, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി തന്നെയാണ് വിന്നർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം.